പ്രസന്റ് ചെയ്യുന്നുണ്ട്. എന്താ പറയണേ? അടുത്ത ഓവർ ഞാൻ തന്നെയാണ്, 5ാമത്തെ ഓവർ. അഭിനയ നീ എന്താണെന്ന് കരിയില ചവിച്ചിക്കൊണ്ട് കാണാറ്റുണ്ടല്ലോ. നമ്മളെ 4th മൊഡ്യൂളിലായിരുന്നു നമ്മൾ ഓടിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതുവരെ എടുത്തെന്ന് ഓർമ്മണ്ട? ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ, നമ്മളെ ഐസ് പ്ലാന്റ്. ഐസ് പ്ലാന്റിന്റെ അകത്ത് നമ്മൾ ആകെ എഴുതേണ്ട ഒരു വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൈൻ എന്ന് പറഞ്ഞ സൊല്യൂഷൻ ആണ്. ബ്രൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയന്റെ കുറെ വെള്ളം, ലിക്വിഡ് റെഫ്രിജറന്റ് ആയ അമോണിയന്റെ വലിയൊരു പാത്രം നിറച്ചു വെക്കുന്ന പരിപാടിക്കാണ് ബ്രൈൻ എന്ന് പറയും. വാട്ടർ കൂളറൊക്കെ നോക്കിയതാണ്. ഐസ് പ്ലാന്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് കോൾഡ് സ്റ്റോറേജിനെ പറ്റിയിട്ടാണ്. എല്ലാവരുടെ ഇതിൻ്റെ അകത്തേക്ക് വന്നാ കോൾഡ് സ്റ്റോറേജ്? കോൾഡ് സ്റ്റോറേജിന്റെ പേജ് ഓപ്പൺ ആയില്ല? എല്ലാവരും നിർത്തിപ്പോയാ? ഒരു കഥ കേൾക്കുന്ന പോലെ കേൾക്കുക. കോൾഡ് സ്റ്റോറേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തണുത്ത ഏരിയ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തണുത്ത ഏരിയ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ കോൾഡ് സ്റ്റോറേജ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ അകത്തും പതിവ് പരിപാടി തന്നെയാണ്. കംപ്രസർ ഉണ്ട്, എക്സ്പാൻഷൻ വാൾവ് ഉണ്ട്, ഇവാപ്പറേറ്റർ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്. എല്ലാ സാധനങ്ങളൊക്കെ സെയിം തന്നെയാണ്. ലാസ്റ്റുള്ള ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മളെ ചൂട് എയറിനെ നമ്മൾ കടത്തിവിടും. അത് ഇവാപ്പറേറ്റർ വഴി പുറത്തേക്ക് എത്തുമ്പം തണുത്ത എയർ ആയിട്ട് മാറും. അതിന് മാത്രമാണ് നമ്മൾ കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. മിക്കവാറും നമ്മളെ വലിയ വലിയ മിൽമാൻഡ് ഇൻഡസ്ട്രീസിലും പിന്നെ വലിയ വലിയ പച്ചക്കറി സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ പച്ചക്കറീനെയൊക്കെ അവിടെ സേഫാക്കി വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പാണ്. ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെക്കാണ്ട് നമ്മൾ ഈ തണുത്ത എയർ മാത്രം ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുക. ഫ്രീസർ കമ്പാർട്ട്മെന്റിനകത്ത് എടുത്ത് കോണ്ടാക്ട് വരാത്ത രീതിയിൽ നമ്മൾ എയർ മാത്രം വെച്ചിട്ട് കോണ്ടാക്ട് വെക്കുന്ന പരിപാടി. നമ്മളെ ഹെലൻ എന്ന് പറഞ്ഞ പടത്തിന്റെ അകത്ത് കണ്ടിട്ടുണ്ടാവായിരിക്കും. അതിലും ഈ കോൾഡ് സ്റ്റോറേജ് ആണ് അവിടെ ഉള്ളത്, ഫുഡ് സ്റ്റോറേജിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ബാക്കി ഇതിനെപ്പറ്റി അധികം പറയാനൊന്നുമില്ല. ഇത് തന്നെ സംഭവം. നമ്മളെ കംപ്രസർ വർക്ക് ചെയ്യും. കംപ്രസറിന്റെ അകത്ത് നിന്ന് നേരെ കണ്ടൻസറിലേക്ക് പോകും. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വാട്ടർ കൂൾഡ് കണ്ടൻസർ ആണ്. അതുകൊണ്ടാണ് വാട്ടർ ഇന്ന് വാട്ടർ ഔട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചിട്ടുള്ളത്. വാട്ടർ കൂൾഡ് കണ്ടൻസർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് നേരെ ഒരു റിസർവോയറിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മളെ റിസീവർ എന്ന് പറഞ്ഞ സാധനത്തിലേക്ക്. റിസീവറിന് ആണ് എക്സ്പാൻഷൻ വാൾവിലേക്ക് പോവുക. എക്സ്പാൻഷൻ വാൾവിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത സാധനമാണ് ഇവാപ്പറേറ്ററിലേക്ക് കടന്നു വരിക. ഇവാപ്പറേറ്ററിന് തിരിച്ചത് കംപ്രസറിലേക്ക് പോകും. അപ്പൊ ഇവാപ്പറേറ്ററിന്റെ ഏരിയ, ഈ ഇവാപ്പറേറ്റർ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഏരിയ ഒക്കെ തണുത്തിട്ടുണ്ടാവും, ഇവാപ്പറേറ്ററിന്റെ കോയിലൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവഴി എയറിന്, അത് സാധാരണ അറ്റ്മോസ്ഫറിക് എയർ അത് കുറച്ച് ഹോട്ട് ആയിരിക്കുമല്ലോ, സാധാ അറ്റ്മോസ്ഫറിക് എയറിനെ നമ്മൾ ഇതുവഴി കടത്തി വിടുന്ന സമയത്ത് നമുക്ക് അതിന് എന്തായിട്ട് കിട്ടും? ചിൽഡ് എയർ ആയിട്ട് കിട്ടും. ആ ചിൽഡ് എയറിനെയാണ് നമ്മൾ റെഫ്രിജറേറ്റിംഗ് സ്പേസിലേക്ക് കടത്തി വിടുന്നത്. പിന്നെ ഇങ്ങനെ ഒരു പ്രോസസ്സിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ എയർ കണ്ടീഷനിങ് പോലത്തെ പരിപാടിയാണ് ഈ ഒരു ടൈപ്പ് കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. കാരണം നമ്മളെ ഭക്ഷണ സാധനങ്ങൾ കേടുവരാണ്ടിരിക്കണമെങ്കിൽ നമുക്ക് വെറും തണുപ്പ് മാത്രം പോരാ, അതിന് ഹ്യൂമിഡിറ്റിയും കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. ഓരോ വസ്തുക്കൾക്കും ഓരോ ഹ്യൂമിഡിറ്റി ഉണ്ട്. ഇപ്പൊ മനുഷ്യന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 60% ഒക്കെയാണ്. അതേപോലെ പച്ചക്കറികൾക്കും മീനിനും പിന്നെ നമ്മളെ പാലിനും ഒക്കെ ഓരോരോ ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പൊ അതും കൂടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും നമ്മളിവിടെ. ഓക്കെ, അതും കൂടി ചെയ്യുന്നുണ്ട് ഈ പ്രോസസ്സിൻ്റെ അകത്ത്. അതിനെയാണ് നമ്മൾ കോൾഡ് സ്റ്റോറേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ ടെമ്പറേച്ചർ റേഞ്ച് ഒക്കെ എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ റിക്വയർസ് 0°C to 5°C, 0 തൊട്ട് 5°C വരെയാണ്. വിത്ത് RH എന്ന് വെച്ചാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എത്ര ആയിരിക്കണം? 80 to 90% വരെ ഹ്യൂമിഡിറ്റി ഉണ്ടാവണം. ഹ്യൂമിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ
അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറിന്റെ കണ്ടന്റിനാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയും. അപ്പൊ നല്ല വാട്ടർ വേപ്പർ കണ്ടന്റ് ഉണ്ടാവണം. അത് നമുക്ക് അറിയുന്ന പരിപാടിയാണ്. എന്ത് നമ്മൾ എപ്പോഴും പച്ചക്കറി ഫ്രഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പച്ചക്കറി കടക്കാരൻ എപ്പോഴും വെള്ളം കുടഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. ചീരേന്റെ ഇലേന്റെ മുകളിലും ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇടക്കിടക്ക് കുടഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. കാരണം അത് ഫ്രഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതാണ് വെജിറ്റബിൾസിന്റെ കാര്യത്തിൽ പറയുന്നത്. ഈ കോൾഡ് സ്റ്റോറേജിൽ 0 to 5 ഡിഗ്രി സെൽഷ്യസ് ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വേണ്ടത്. പിന്നെ നമ്മളെ പാലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പാലിന് 25 ഡിഗ്രി സെൽഷ്യസ് ടു 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവേണ്ടത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അതുപോലെ തന്നെ മത്സ്യത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഡിഗ്രി സെൽഷ്യസിലാണ് അത് കേടാവാണ്ട് നിൽക്കുക. -20 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് -45 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ നമുക്ക് കേടാണ്ട് നിൽക്കുക. കുറെ കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൾഡ് സ്റ്റോറേജ് ഉപയോഗിക്കുന്നത്, ലോങ് ടേം യൂസിന് വേണ്ടി. വർക്കിംഗ് സെയിം ആണ്, ഒന്നും പ്രത്യേകിച്ച് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം വർക്കിംഗ് ആണ്. നമ്മൾ സാധാ ഫ്രിഡ്ജിന്റെ വർക്കിംഗ് തന്നെയാണ് ഇവിടെയും പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ ആകെ ഉള്ളത് എയർ വെച്ചിട്ടാണ് തണുപ്പിക്കുന്നത് മാത്രം. ഇനി നമുക്ക് ഭക്ഷണ സാധനങ്ങൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ്സ് ഉണ്ട്. 2 ടൈപ്പ് മെത്തേഡ്സ് ആണ്, പ്ലേറ്റ് ഫ്രീസിങ്ങും ക്വിക്ക് ഫ്രീസിംഗും എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പം പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ തന്നെയായത്. ഈ ഒരു തണുപ്പിക്കൽ പ്രോസസ്സിനെ നമ്മൾ 2ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്ലേറ്റ് ഫ്രീസിംഗ് എന്ന് പറഞ്ഞിട്ട്, ഒന്ന് ക്വിക്ക് ഫ്രീസിംഗ് എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് ഫ്രീസറിൻ്റെ അകത്തുള്ള കാര്യം നോക്കാം. പ്ലേറ്റ് ഫ്രീസറിന്റെ ചിത്രം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെ ഇറച്ചി വെച്ചിട്ടുള്ള പരിപാടിയാണ്. നമ്മളെ വലിയ വലിയ മീറ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ഈ ചിക്കനും മട്ടനും നമ്മളെ ഈ പൊതുവെ നമ്മളെ ഈ നാട്ടിലൊക്കെ നമ്മൾ ഫ്രഷ് ചിക്കനും ഫ്രഷ് മീറ്റ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ പുറം നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാക്കറ്റിലുള്ളതാണ് ഈ ഇതൊക്കെ കിട്ടുക മെയിനായിട്ട്. അപ്പൊ അതൊക്കെ വലിയ വലിയ ഇൻഡസ്ട്രീസ് ഉണ്ടാക്കി വെച്ചിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പൊ അവിടെ വരുന്ന സംഭവമാണ് കാണാൻ പറ്റും. കുറെ റെക്ടാംഗിൾ ഷേപ്പിലാണ് ഇവിടെ നമ്മളെ ഇറച്ചി വെച്ചിട്ടുള്ളത്, മീറ്റിനെ. അതിനെ മൊത്തം നമ്മളൊരു ഓരോ ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഇവിടെ കാണാൻ പറ്റും താഴത്തെ ഫിഗറിൻ്റെ അകത്ത് അതിന്റെ മൊത്തം എടുത്തിട്ട് ഒരു ബോക്സിന്റെ ഉള്ളിൽ ഇട്ടിട്ടാണ്. ഓക്കെ, അതായത് ഓരോ ബോക്സ് ഓരോ പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. കാണാൻ പറ്റും കുറെ പ്ലേറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഈ റെഫ്രിജറന്റ് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റിന്റെ ഉള്ളിൽ കൂടെയാണ്. പ്ലേറ്റിന്റെ കുറെ ഗ്രൂവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിനൊക്കെ കുറെ ഗ്രൂവ്സ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രൂവ്സ് വഴിയാണ് നമ്മളെ തണുത്ത റെഫ്രിജറന്റ് ഇങ്ങനെ സഞ്ചരിക്കുക. അതായത് നമ്മൾ ഭക്ഷണ സാധനമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഒന്നുമില്ല. ഭക്ഷണ സാധനമായിട്ട് കോണ്ടാക്ട് ഉള്ളത് പ്ലേറ്റിന് മാത്രം. പ്ലേറ്റിന്റെ ഉള്ളിൽ നമ്മൾ കുറെ ഗ്രൂവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂവ്സ് വഴിയാണ് നമ്മളെ റെഫ്രിജറന്റ്, തണുത്ത റെഫ്രിജറന്റ് അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞ ഭാഗത്തുള്ള റെഫ്രിജറന്റ് ഇതിലോട്ടാണ് സഞ്ചരിക്കേണ്ട. സ്വാഭാവികമായിട്ട് ഈ പ്ലേറ്റുമായിട്ട് കോണ്ടാക്ട് നിൽക്കുന്ന സമയത്ത് ഈ നമ്മളെ കയ്യിലിരിക്കുന്ന മീറ്റിന് തണുപ്പ് കിട്ടിക്കൊണ്ട് നിൽക്കും. ഓക്കെ, ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഫ്രോസൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചിക്കൻ മട്ടനൊക്കെ പാക്കറ്റാക്കി വെച്ചിട്ടുള്ളത്. അതൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന ഈ ഒരു ടൈപ്പിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഷേപ്പിലൊക്കെ കിട്ടുന്നതിനാ. എല്ലാ സാധനം എടുത്താലും ഒരു പർട്ടിക്കുലർ ഷേപ്പ് ആയിരിക്കും, റെക്ടാംഗിൾ ഷേപ്പിലാണ് അത് ഉണ്ടാകുക. മിക്കവാറും നമ്മളെ നാട്ടിലാരും അത് ഉപയോഗിക്കാറില്ല. നമ്മളൊക്കെ എന്താ ഉപയോഗിക്കാറ്, ഫ്രഷ് ഐറ്റംസ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ പ്ലേറ്റ് ഫ്രീസർ എന്ന് പറയുന്നത്, അപ്പം പ്ലേറ്റ് ഫ്രീസർ ആകുന്ന സമയത്ത് നമ്മൾ പ്ലേറ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും, ഹൈ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നല്ല കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചെറിയ തണുപ്പത്തിൽ, അതായത് -50 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പ്ലേറ്റ് ഫ്രീസർ വെച്ചിട്ടാണ് നമ്മൾ തണുപ്പിക്കുന്നത്. അപ്പൊ മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ എന്തിനാണ്, ഈ ഭക്ഷണ സാധനങ്ങൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ട്, മീറ്റ് അങ്ങനത്തെ നമുക്ക് -ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിക്കേണ്ട സാധനങ്ങളൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലേറ്റ് ഫ്രീസർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്ലേറ്റ് ഫ്രീസറിനെ 2 തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അതൊന്നും ചോദിക്കാറില്ല. വാട്ട് ഈസ് പ്ലേറ്റ് ഫ്രീസിങ്, വാട്ട് ഈസ് ക്വിക്ക് ഫ്രീസിങ് മാത്രമേ ചോദിക്കാറുള്ളൂ. ഈ ഒരു മെറ്റീരിയലിനകത്ത് മാത്രമാണ് ഞാൻ ഇത് 2ആയിട്ട് കണ്ടത്. പ്ലേറ്റ് ഫ്രീസർ വെർട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലേറ്റ് മൊത്തം ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാകുക. ഹൊറിസോണ്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇതിൻ്റെ അകത്ത് കണ്ട സംഭവം ഈ ഒരു ഫിഗറിൽ കാണുന്നത്, നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും പ്ലേറ്റ് വെച്ചിട്ടുണ്ടാകും. നമ്മൾ അതിനെ ഇങ്ങനെ ഒരു ട്രേയിലാക്കിയിട്ട് വെച്ചാൽ മാത്രം മതി.
അത്ര വ്യത്യാസമുള്ളൂ പ്ലേറ്റ് ഫ്രീസർ തമ്മിൽ. ഹൊറിസോണ്ടലും ഉണ്ട് വെർട്ടിക്കലും ഉണ്ട് എന്ന് അർത്ഥം. ക്വിക്ക് ഫ്രീസിങ് വരുന്ന സമയത്താണ് നമ്മളിപ്പോ നേരത്തെ പഠിച്ച സാധനം വരുന്നത്. അതായത് എയർ മാത്രം കടത്തിവിടും, പ്ലേറ്റുമായിട്ട് യാതൊരു കോണ്ടാക്ട് ഉണ്ടാവില്ല. ഭക്ഷണ സാധനത്തിന് നമ്മളെ ഇവാപ്പറേറ്ററോ റെഫ്രിജറന്റോ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടാവില്ല. ഡയറക്റ്റ് നമ്മളെ തണുത്ത അറ്റ്മോസ്ഫിയറിക് എയറിനെ നമ്മളിങ്ങനെ കടത്തിവിടും ഒരു ബ്ലോവർ വഴി അടിച്ചിട്ട്. അതുവഴി നമ്മളെ ഭക്ഷണ സാധനത്തിന്റെ അകത്തേക്ക് അത് തണുത്ത എയർ ആയിട്ട് കയറിക്കൊള്ളും. അതിനെയാണ് നമ്മൾ ക്വിക്ക് ഫ്രീസിംഗ് എന്ന് പറയുന്നത്. നോക്കുകയാണെങ്കിൽ ക്വിക്ക് ഫ്രീസിംഗ് ഈസ് റാപ്പിഡ് ഫ്രീസിംഗ് ഓഫ് ഫുഡ് ബൈ എക്സ്പോഷർ ടു ബ്ലാസ്റ്റ് ഓഫ് എയർ അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. നമ്മൾ ഈ എയറിന്റെ ഒരു ബ്ലാസ്റ്റ് കടത്തിവിടുക ചെയ്യുന്നു. ചെറിയ ടെമ്പറേച്ചറിൽ എയറിന് മാത്രമേ കടത്തിവിടുന്നുള്ളൂ. നമ്മൾ ഡയറക്റ്റ് നമ്മളെ സംഭവങ്ങൾ എന്തിൻ്റെ അത് കോണ്ടാക്ട് ഇല്ല, നമ്മളെ പ്ലേറ്റോ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല. നമ്മൾ കുറെ ഭക്ഷണ സാധനങ്ങൾ അട്ടിക്ക് വെച്ചിട്ടുണ്ടാവും, അതിലേക്ക് ഒരു ബ്ലാസ്റ്റ് ഓഫ് എയറിനെ കടത്തിവിടും. അൺലൈക്ക് സ്ലോ ഫ്രീസിങ് വെരി സ്മോൾ ക്രിസ്റ്റൽസ് ഓഫ് ഐസ് ആർ ഫോംഡ്. ഇങ്ങനെ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എയറും ആയിട്ട് ആയതുകൊണ്ട് എയറിൻ്റെ അകത്ത് എന്തുണ്ടാവും, വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഐസ് ക്രിസ്റ്റൽസ് നമുക്ക് അവിടെ ഫോം ചെയ്യും നമ്മളെ ഭക്ഷണ സാധനത്തിന്റെ മുകളിലൊക്കെ. ഓക്കെ, ഐസ് ആർ ഫോംഡ് വിച്ച് ഡു നോട്ട് റപ്ചർ ദ സെൽ ഓഫ് ഫുഡ്. അതായത് അത് ഉണ്ടായതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല, അതിന്റെ നമ്മളെ ഭക്ഷണ സാധനത്തിന്റെ പ്രോപ്പർട്ടിക്കൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തില്ല. അത് ഡാമേജ് ഇല്ലാണ്ട് നിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്തത്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് 0°C തൊട്ട് -5°C വരെ അങ്ങനെയൊക്കെയുള്ള ടെമ്പറേച്ചർ വരുന്ന സമയത്താണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അപ്ലിക്കേഷൻ ഓഫ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിസ്ക്രൈബ് എനി 5 അപ്ലിക്കേഷൻസ് ഓഫ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. എല്ലാവർക്കും അറിയുന്നതാണ് എയർ കണ്ടീഷൻ. നമ്മൾ സാധാ ബിൽഡിങ്ങിൽ റെസിഡൻഷ്യലും ഒഫീഷ്യലായിട്ടുള്ള ബിൽഡിങ്ങിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രോസസ്സാണ്. തണുപ്പിക്കാനായാലും ചൂടാക്കാനായാലും നമ്മൾ ഈ ഒരു പ്രോസസ്സിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെ ഇന്ത്യയിലൊക്കെ ആണെങ്കിലാണ് നമ്മൾ തണുപ്പിക്കൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കി പുറത്ത് രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ 2 കാലാവസ്ഥയുണ്ട്, തണുപ്പുണ്ട് വല്ലാണ്ട് ചൂടും ഉണ്ടാവും. അപ്പോൾ രണ്ടും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹീറ്റിങ്ങും നമുക്ക് ആവശ്യമുണ്ടോ. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ അതാണ്. രണ്ടാമത് വരുന്നത് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ്. ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ്ങിൽ വരുന്നതാണ് ഈ ഫുഡ് ഇൻഡസ്ട്രീസ് ഒക്കെ ഇപ്പം കാണിച്ചെന്ന സാധനങ്ങൾ. വലിയ വലിയ ഇൻഡസ്ട്രീസിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണ്ടി വരും, ഭക്ഷണ സാധനങ്ങളൊക്കെ തണുപ്പിക്കേണ്ടി വരും കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയാണ് ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ് വരുന്നത്. പിന്നെ സ്പോട്ട് ഹീറ്റിംഗ് പുതിയൊരു സംഭവമായിരിക്കും, കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം. സ്പോട്ട് ഹീറ്റിംഗ് എന്ന് വെച്ചാൽ ഇൻ എ കോൾഡ് വെതർ ഇറ്റ് മേ ബി മോർ പ്രാക്ടിക്കൽ ടു വാം എ കൺഫൈൻഡ് സോൺ വേർ എ വർക്കർ ഈസ് ലൊക്കേറ്റഡ്. അതായത് തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലങ്ങളാണെന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എന്ത് വേണ്ടി വരും, ചൂടാക്കേണ്ടി വരും എന്നാലേ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോൺ കിട്ടുള്ളൂ. ഓൺ സച്ച് അപ്രോച്ച് ഈസ് thoroughly ത്രൂ ദ യൂസ് ഓഫ് ഇൻഫ്രാറെഡ് ഹീറ്റർ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ ഇൻഫ്രാറെഡ് ഹീറ്റിംഗ് പ്രോസസ്സ് വഴിയാണ് അവിടെ ഹീറ്റിംഗ് പ്രോസസ്സ് നടത്തുന്നത്. When its surface are heated to a high temperature by means of burner or by electricity, they radiate heat to the affected area. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് ഹീറ്ററാണ്. ഓക്കെ, അങ്ങനത്തെ സ്പോട്ട് ഹീറ്റിംഗ് ആവശ്യമുള്ള സ്ഥലത്ത്, അതായത് ഏതെങ്കിലും ഒരു സ്പോട്ടിൽ നമുക്ക് കുറച്ച് ചൂട് വേണമെന്ന് വിചാരിക്കാം. ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്പോട്ട് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ വെച്ചിട്ട് ഹീറ്റിംഗ് പ്രോസസ്സ് നടത്തുന്നത്. അതേപോലെ തന്നെ സ്പോട്ട് കൂളിംഗ് ഉണ്ട്. സ്പോട്ട് ഹീറ്റിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, സ്പോട്ട് കൂളിംഗ് വരുന്നു. അത് നമ്മളെ ഗൾഫ് രാജ്യത്തൊക്കെ അവിടെയൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ ചൂട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോട്ട് കൂളിംഗ് ഉപയോഗിക്കുന്നത്. പിന്നെ എൻവിറോൺമെന്റൽ ലബോറട്ടറീസ്, നമ്മളെ ലബോറട്ടറികളിൽ നമ്മളെ ബോഡി സൂക്ഷിക്കാനും കുറെ കെമിക്കൽസ് സൂക്ഷിക്കാനൊക്കെ ചിലപ്പം നല്ല ലോ ടെമ്പറേച്ചർ ആവശ്യമുണ്ടാവും. അതേപോലെ തന്നെ മെഡിക്കൽ ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിലും ലോ ടെമ്പറേച്ചർ ആവശ്യമുണ്ടാവും. ഞങ്ങൾ ആരെങ്കിലൊക്കെ ICU എന്നൊക്കെ പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടായിരിക്കും. ICUലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തണുത്ത ടെമ്പറേച്ചർ ആയിരിക്കും ഫുൾ ടൈം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. കാരണം അവിടെ എപ്പോഴും തണുപ്പ് ടെമ്പറേച്ചർ തന്നെ കിട്ടണം, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഫോർമേഷൻ ഉണ്ടാവും. ബാക്ടീരിയ ഫംഗസ് ഒക്കെ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെയൊക്കെ മെഡിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ
ഈ ICU ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നു തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രിന്റിങ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നുണ്ട്, അങ്ങനെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഇവിടെയൊക്കെയാണ്. അതായത് ഏതൊക്കെ ഇൻഡസ്ട്രീസിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ജനറൽ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഫോട്ടോഗ്രാഫി പ്രൊഡക്റ്റ്, പ്രിസിഷൻ പാർട്സ് ആൻഡ് ക്ലീൻ റൂംസ്, കമ്പ്യൂട്ടർ റൂംസ്, നമ്മളെ ATM ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത സാധനം അത് ATM ഒക്കെ ഉള്ള മെഷീൻസ്. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഫുഡ് സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഇതിൻ്റെ ഓരോ പാർട്സിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം മെയിനായിട്ട് 4 പാർട്സാണ് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് ഉള്ളത്: കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൾവ്, ഇവാപ്പറേറ്റർ. ഈ 4 എണ്ണത്തിൻ്റെയും ക്ലാസിഫിക്കേഷൻസും ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നും എന്താണ് ഇതിൻ്റെ ഫങ്ഷൻസും ഇതൊക്കെ മനസ്സിലാക്കലാണ് നെക്സ്റ്റ് സെഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ കണ്ടൻസറിൻ്റെ അകത്ത് തുടങ്ങാം. കണ്ടൻസറിൻ്റെ പരിപാടി നമുക്കറിയാം, ചൂടായിട്ട് വന്ന കംപ്രസറിൻ്റെ അകത്ത് നിന്ന് നല്ല ചൂടായിട്ട് വേപ്പർ സ്റ്റേറ്റിലേക്ക് വന്ന റെഫ്രിജറൻറ്റിനെ തണുപ്പിച്ചിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ആക്കുക. ഇതാണ് നമ്മൾ കണ്ടൻസറിൻ്റെ പരിപാടി. വേപ്പർ സ്റ്റേറ്റിൽ ഉണ്ടായ നമ്മളുടെ റെഫ്രിജറൻറ്റിനെ തണുപ്പിച്ചിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുക. കാരണം കംപ്രസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഡിവൈസ് ആണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രഷറും കൂടും, ടെമ്പറേച്ചറും കൂടും റെഫ്രിജറൻറ്റിൻ്റെ. അപ്പം നമുക്ക് നമ്മളെ റെഫ്രിജറൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തണുപ്പുള്ള സിറ്റുവേഷനിൽ നമുക്ക് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടൻസർ ഉപയോഗിക്കുന്നത്. കണ്ടൻസർ എന്ന് വെച്ചാൽ ഒരു കോയിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് നോക്കാം. അതായത് കംപ്രഷൻ പ്രോസസ്സ് വഴി 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സ് നോക്കുക. കംപ്രഷനാണ്. കംപ്രഷൻ വഴി നമുക്ക് നല്ല ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറിലുമുള്ള റെഫ്രിജറൻറ്റിനാണ് കിട്ടിയിട്ടുണ്ടാവുക. അതിനെ നമ്മൾ തണുപ്പിക്കണം. അതാണ് 2 to 3 ഉം 4 ഇവിടം വരെയുള്ള പ്രോസസ്സൊക്കെ. പിന്നെ സബ് കൂളിംഗ് ഒക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് തൽക്കാലം. ഇത്രയും പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് അതിൻ്റെ അകത്ത് 3 നിന്ന് 4ലേക്കുള്ള ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള പരിപാടിനെ ടോട്ടൽ ഹീറ്റ് റിജക്റ്റഡ് എന്നാ പറയുക. ഓക്കെ, നമ്മൾ കണ്ടൻസർ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ലാറ്റന്റ് ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലുള്ള ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാറ്റന്റ് ഹീറ്റ് എന്നാ പറയാം അല്ലെ. ഫേസ് ചേഞ്ച് നടത്തുന്ന സമയത്തുള്ള ഹീറ്റിനെ നമ്മൾ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയാം. ആ ലാറ്റന്റ് ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരും ഉപയോഗിക്കുന്നത്? കണ്ടൻസർ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലെ ഫിഗർ നോക്കുക. 1 നിന്ന് 2ലേക്ക് 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സ് കംപ്രഷൻ പ്രോസസ്സാണ്. കംപ്രസർ വഴി നിങ്ങൾക്ക് കുറെ കുത്തായിട്ടുള്ള വേപ്പർ റെഫ്രിജറൻറ്റിനെ കാണാൻ പറ്റും. അതായത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ റെഫ്രിജറന്റ് ആണ് വന്നിട്ടുള്ളത്. നല്ല ഹീറ്റുള്ള സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള വേപ്പർ ആയിട്ടുള്ള റെഫ്രിജറൻറ്റിനെ നമ്മൾ കണ്ടൻസർ വഴി കടത്തി വിട്ട് കണ്ടൻസറിന്റെ പൈപ്പിന്റെ എൻഡിൽ എത്തുമ്പോഴത്തേക്ക് അതെന്താവും? ലിക്വിഡ് റെഫ്രിജറന്റ് ആവും. ഇവിടെ അപ്പം നടക്കുന്നത് ഫേസ് ചേഞ്ച് ആണ്. വേപ്പർ എന്നുള്ള സാധനം ലിക്വിഡ് ആയിട്ട് മാറുക. അതുകൊണ്ട് തന്നെ ആ ഒരു ഹീറ്റ് റിമൂവൽ പ്രോസസ്സിനെ നമ്മൾ പറയാ ലാറ്റന്റ് ഹീറ്റ് റിമൂവൽ എന്നാണ് പറയുന്നത്. അപ്പൊ ലാറ്റന്റ് ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്? കണ്ടൻസർ എന്ന് പറഞ്ഞ സാധനത്തിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇവിടെ റിസീവറിന്റെ ഒറിജിനൽ ചിത്രം വരച്ച് കാണിച്ചിട്ടുണ്ട്. റിസീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലിക്വിഡ് റെഫ്രിജറന്റിനെ മൊത്തം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്തിനാണ് നമ്മൾ റിസീവർ എന്ന് പറയുന്നത്. ഇത് റിസീവറിന്റെ അകത്തു നിന്നാണ് എക്സ്പാൻഷൻ വാൾവിലേക്ക് നമ്മളെ റെഫ്രിജറന്റ് പോവുക. എക്സ്പാൻഷൻ വാൾവിന്റെ പരിപാടി എന്ന് വെച്ചാൽ എന്താണ്? പ്രഷർ കുറക്കുക, ടെമ്പറേച്ചറും കുറക്കുക. ഈ 2 പ്രോസസ് ചെയ്യുന്ന പരിപാടിയാണ് എക്സ്പാൻഷൻ വാൾവിലുള്ളത്. കാരണം പ്രഷർ കുറയുന്ന സമയത്ത് എന്തും കുറയും, ഇതിന്റെ ടെമ്പറേച്ചറും ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു. അപ്പം ഇതൊക്കെ നമ്മൾ ആദ്യം പഠിച്ച സാധനങ്ങളാണ് നമുക്കുള്ളത്. കണ്ടൻസർ എന്ന് വെച്ചാൽ 3 ടൈപ്പ് ഉണ്ട്: എയർ കൂൾഡ്, വാട്ടർ കൂൾഡ്, പിന്നെ ഉള്ളത് ഇവാപ്പറേറ്റീവ് കണ്ടൻസറാണ്. ഇവാപ്പറേറ്റീവ് കണ്ടൻസർ എന്താന്നുള്ളതാണ് എക്സ്ട്രാ നമ്മൾ നോക്കേണ്ടതുള്ളൂ. എയർ കൂൾഡും വാട്ടർ കൂൾഡും അറിയായിരിക്കും. ജസ്റ്റ് നമുക്ക് ഫിഗർ മാത്രം നോക്കാം. എയർ കൂൾഡ് കണ്ടൻസറിൻ്റെ അകത്ത് വരുന്ന 2 ടൈപ്പാണ്. നാച്ചുറൽ കൺവെക്ഷൻ കണ്ടൻസർ എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ട് വരുന്ന അറ്റ്മോസ്ഫിയറിക് എയർ വെച്ചിട്ട് തണുപ്പിക്കുന്ന കണ്ടൻസർ. അതാണ് നമ്മൾ സാധാ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിന്റെ കണ്ടൻസർ. നാച്ചുറൽ എയർ ആണ്
നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്യുന്നു. നമ്മളെ സാധാ കിച്ചൺ എയർ, നമ്മൾ കിച്ചണിലാണ് മിക്കവാറും ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ടാകുക. അപ്പൊ കിച്ചണിൻ്റെ അകത്തുള്ള അറ്റ്മോസ്ഫിയറിക് എയർ വെച്ചിട്ട് തന്നെ തണുപ്പിക്കുന്ന പ്രോസസ്സിനാണ് നാച്ചുറൽ കണ്ടൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സാധാ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ ചിന്തിച്ച് നോക്കുക. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടൻസറാണ്. അപ്പൊ അതിന്റെ ചിത്രം വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തോളുക, ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഫിഗർ അങ്ങ് വരച്ചോളാം. റെഫ്രിജറന്റ് ഇന്ന് പറഞ്ഞിട്ടൊരു സാധനം വരുന്നത് പൈപ്പിലോട്ടാണ്. അത് കറങ്ങി 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 മുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് റെഫ്രിജറന്റ് ഔട്ട്. ഇതിൻ്റെ അകത്ത് കുറെ ഫിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഫിൻസിന്റെ പരിപാടി എന്ന് വെച്ചാൽ കുറെ പ്ലേറ്റ് ഫിൻസ് ഇങ്ങനെ വെർട്ടിക്കലി വെച്ചിട്ടുണ്ട്. ഫിൻസിന്റെ പരിപാടി എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളെ പ്രോസസ്സ് ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സിനെ എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാം. അതിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരും ഉപയോഗിക്കുന്നത്, കുറെ ഫിൻസിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ എയർ അതിലൂട്ടൊക്കെ തട്ടി തടഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് എയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും പെട്ടെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിൻസ് ഉപയോഗിക്കുന്നത്. അപ്പം അതാണ് എയർ കൂൾഡ് കണ്ടൻസർ ഒന്നാമത്തെ കാര്യം വരുന്നത്, നാച്ചുറൽ ആയിട്ട് ഉള്ള എയർ കൂൾ കണ്ടൻസർ. ഇനിയുള്ളത് ഫോഴ്സ്ഡ് കൂളറാണ്. എന്ന് വെച്ചാൽ ഫോഴ്സ്ഡ് തരുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഒരു ഫാനും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കും. ആ ഫാനിന്റെ അകത്തുള്ള കാറ്റായിരിക്കും പോയിട്ട് ഈ എയറിലേക്ക് അടിക്കുക, ഈ കണ്ടൻസറിലേക്ക് പോയിട്ട് അടിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫർ റേറ്റ് കൂട്ടാൻ പറ്റും. ഹീറ്റ് ട്രാൻസ്ഫറിന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എയർ കൂൾഡ് കണ്ടൻസർ ഉപയോഗിക്കുന്നത്. സാധാ വീട്ടിലുള്ള കണ്ടൻസറൊക്കെ സാധാ കണ്ടൻസറാണ്, നാച്ചുറൽ കൺവെക്ഷൻ വെച്ചിട്ടുള്ള കണ്ടൻസറാണ്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ വരുമ്പോഴേക്കാണ് നമുക്ക് ഈ ഫോഴ്സ്ഡ് എയർ കൂൾഡ് കണ്ടൻസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ള വാട്ടർ കൂൾഡ് കണ്ടൻസറാണ്. വാട്ടർ കൂൾഡ് കണ്ടൻസർ 3 ടൈപ്പ് ഉണ്ട്. ട്യൂബ് ഇൻ ട്യൂബ് അല്ലെ ഡബിൾ ട്യൂബ് എന്ന് പറയും. അത് ഒരു ട്യൂബിന്റെ ഉള്ളിൽ വേറൊരു ട്യൂബ് വെച്ചിട്ട്. പിന്നെ ഷെൽ ആൻഡ് കോയിൽ കണ്ടൻസർ, പിന്നെ ഷെൽ ആൻഡ് ട്യൂബ്. ഇതും എല്ലാവരും കേട്ടതൊക്കെ തന്നെ ആയിരിക്കും, ചിത്രങ്ങളും ഒക്കെ സെയിം തന്നെയാണ്. ട്യൂബ് ഇൻ ട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ട്യൂബ് ഉണ്ടാവും. അതായത് ഒരു പൈപ്പിന്റെ ഉള്ളിൽ ഒരു വലിയ ഡയമീറ്ററുള്ള പൈപ്പും അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഡയമീറ്ററുള്ള പൈപ്പും. ഈ 2 പൈപ്പിന്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലത്തെ പൈപ്പ് കൂടെ ആരെ കടത്തി വിടും, ഇവിടെ നോക്കുക, ഉള്ളിലത്തെ പൈപ്പ് കൂടെ 2 ട്യൂബ് പൈപ്പ് കാണാം. ഇത്രയും സെക്ഷൻ എടുത്ത് നോക്കുക, 2 പൈപ്പാന്നുള്ളത്. അതിലുള്ളിലത്തെ പൈപ്പ് കൂടെ നമ്മൾ കൂളന്റിനെ പറഞ്ഞിടും. കൂളന്റ് ഉള്ളിലത്തെ പൈപ്പ് കൂടെ പോകും. റെഫ്രിജറന്റ് നമ്മൾ പുറത്തുള്ള പൈപ്പ് കൂടെയാണ് കടത്തിവിടുന്നത്. അത് വേറെ തന്നെ ഒരു ഏരിയ കൂടെ നമ്മൾ ഉള്ളിലേക്ക് കടത്തിവിടും. അതായത് ഇപ്പോൾ ഉള്ള ഈ ചിത്രത്തിന്റെ അകത്ത് 2 പൈപ്പാന്നുള്ളത്. നമുക്ക് ഒരു പൈപ്പായിട്ടേ കാണുമെങ്കിലും 2 പൈപ്പുണ്ട്. അതിൽ ഈ കാര്യം പ്രത്യേകം മറന്നു പോകരുത്, കൂളന്റിനെയാണ് നമ്മൾ ഉള്ളിലത്തെ പൈപ്പ് കൂടെ കടത്തിവിടുക. അതായത് വാട്ടറോ അല്ലെങ്കിൽ ഓയിലോ അങ്ങനെ എന്ത് സാധനമായാലും ആ കൂളന്റിനെ നമ്മൾ ഉള്ളിലത്തെ പൈപ്പ് കൂടെ കടത്തിവിടും. റെഫ്രിജറന്റിനെ മുകളിലുള്ള പൈപ്പ് കൂടെ കടത്തിവിടും. ഇങ്ങനെ കടത്തിവിട്ടിട്ട് പോകുമ്പോഴത്തേക്ക് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും, കൂളന്റ് ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, റെഫ്രിജറന്റ് ഇന്ന് അതും ഏത് ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നത്. ഇപ്പൊ ഇത് സാധാ ടൈപ്പാണ്. ഇൻ കേസ് നമ്മുടെ കൗണ്ടർ ഫ്ലോ ആണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൂളന്റ് ഇന്ന് എന്നുള്ളത് ഇങ്ങോട്ടേക്കും റെഫ്രിജറന്റ് ഇന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും കൊടുക്കേണ്ടി വരും, അടിയിൽ നിന്ന് മുകളിലോട്ടേക്കും. അതായത് രണ്ടും 2 എതിർ ഡയറക്ഷനിലേക്ക് വേണം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് പറയാം, കൗണ്ടർ ഫ്ലോ പൈപ്പ് ഇൻ പൈപ്പ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഇത് സാധാരണ പൈപ്പ് ഇൻ പൈപ്പ് കണ്ടൻസർ. രണ്ടിൻ്റെ അകത്തും വെച്ച് നോക്കുമ്പോൾ എഫക്റ്റീവ് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗണ്ടർ ഫ്ലോനായിരിക്കും എപ്പോഴും. നമ്മൾ ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് നോക്കിയതാണ്. അതിലും ഇതേപോലെ ആയിരുന്നു. തണുപ്പിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കടത്തിവിടുന്നതാണ്. അപ്പൊ നമുക്ക് തണുപ്പിക്കുന്ന ഏരിയ കുറച്ച് കൂടുതലായിട്ട് കിട്ടും. അപ്പൊ അതാണ് ട്യൂബ് ഇൻ ട്യൂബ് വരുന്നത്. ഷെൽ ആൻഡ് കോയിലിൻ്റെ അകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വലിയൊരു ഷെല്ല് കാണാൻ പറ്റും, ഒരു വലിയൊരു പാത്രം, ഒരു ഷെല്ല്. ആ ഷെല്ലിനകത്തേക്കാണ് നമ്മൾ റെഫ്രിജറന്റിനെ കടത്തിവിടുക. പിന്നെ അതേപോലെ തന്നെ ഒരു പൈപ്പ് കൂടെ നമ്മൾ ആരോ ഇട്ടിട്ടുണ്ടാവും, കൂളന്റിന് നമ്മൾ ഒരു പൈപ്പ് കൂടെ കടത്തി വിട്ടിട്ടുണ്ടാവും. ഇതാണ് ഷെൽ ആൻഡ് കോയിൽ ടൈപ്പ് കണ്ടൻസർ വരുന്നത്. അപ്പം റെഫ്രിജറന്റ് ഈ കോയിൽ വഴിയൊക്കെ കടന്ന്
ഈ കോയിലിന്റെ ഔട്ട്സൈഡ് സർഫസ് കൂടെയൊക്കെ കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് നമുക്ക് പുറത്തേക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൂടുതലുണ്ടാവും, ഇതിനെക്കാട്ടിയും എഫക്റ്റീവ് ആയിരിക്കും, ഈ ട്യൂബിനെ കാട്ടി എഫക്റ്റീവ് ആയിരിക്കും ഇങ്ങനെയുള്ള കണ്ടൻസർ എന്ന് പറയുന്നത്. കാരണം നമ്മളെ മൊത്തത്തിലുള്ള തണുപ്പിക്കുന്ന ഏരിയ ഇതിലാണ് കൂടുതൽ വരുന്നത്. ഇനി ഇതിലും എഫക്റ്റീവ് ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ ഷെൽ ആൻഡ് കോയിൽ കണ്ടൻസർ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഇത് കണ്ടു തന്നെ ആയിരിക്കും നിങ്ങളെല്ലാവരും. നമ്മൾ വലിയൊരു ഷെല്ലിൻ്റെ ഉള്ളിൽ ഏതുണ്ട്, കുറേ ട്യൂബ്സ് വെച്ചിട്ടുണ്ട്. കുറേ ട്യൂബ് ഇങ്ങനെ വരിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ട്യൂബിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, കൂളന്റ് ആണ്. കൂളന്റിനെയാണ് നമ്മളെപ്പോഴും ട്യൂബിന്റെ ഉള്ളിലാക്കുക. റെഫ്രിജറന്റ് വരുന്ന ഒരു വലിയ ഷെല്ലിലേക്കാണ്. ഈ ഷെല്ല് വഴി എല്ലാ ട്യൂബിന്റെ അകത്തുനിന്നും കയറി ഇറങ്ങി ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് കയറി ഇറങ്ങി താഴത്തേക്ക് ഉറ്റിക്കൊണ്ടിരിക്കും. ഈ ഉറ്റ സാധനത്തിനാണ് നമ്മൾ റെഫ്രിജറന്റ്. ഏറ്റവും താഴത്തെത്തുമ്പോഴത്തേക്ക് റെഫ്രിജറന്റ് എന്തായിരിക്കും, തണുത്ത സ്റ്റേജിലായിട്ട് നമുക്ക് കിട്ടും. ഇത് മൊത്തം ഉള്ളത് ഒരു വലിയ ഷെല്ലിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് കണ്ടൻസർ എന്ന് പേര് വിളിക്കാൻ കാരണം. ഓക്കെ, ഇത്രയാണ് നമ്മളെ കണ്ടൻസേഴ്സിൽ വരുന്നത്. പിന്നെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എയർ കൂൾഡ് കണ്ടൻസറും വാട്ടർ കൂൾഡ് കണ്ടൻസറും എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കൂൾഡ് കണ്ടൻസർ ആണ്. പക്ഷെ ഏറ്റവും പൈസ കൂടുതലും വാട്ടർ കൂൾഡ് ആയിരിക്കും. എയർ കൂൾഡിന് വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ മെയിൻ്റനൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിലും എയർ കൂൾഡ് കണ്ടൻസറിന് മെയിൻ്റനൻസ് കുറവായിരിക്കും, വാട്ടർ കൂൾഡിന് കുറച്ച് കൂടുതലായിരിക്കും. ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഹാൻഡിൽ ചെയ്യാനുള്ള ഈസിനെസ് ഉണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ വാട്ടർ കൂൾഡ് ആയിരിക്കും കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടാവുക. എയർ കൂൾഡ് കുറച്ചുകൂടെ എന്തായിരിക്കും, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ടൺ ഓഫ് റെഫ്രിജറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ലെസ് ദാൻ 5 ടൺ വരെയുള്ള ആണെങ്കിൽ മാത്രമേ നമ്മൾ എയർ കൂൾഡ് ഉപയോഗിക്കുള്ളൂ. നമുക്ക് വലിയ പ്ലാന്റിലാണ്, ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ വാട്ടർ കൂൾഡ് തന്നെയാണ് യൂസ് ചെയ്യുക. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എയർ കൂൾഡിനകത്ത് കുറവായിരിക്കും, വാട്ടർ കൂൾഡിനകത്ത് എപ്പോഴും കൂടുതലും ആയിരിക്കും. ഇവാപ്പറേറ്റീവ് കണ്ടൻസർ ആണ് ലാസ്റ്റ് ഇതുള്ളത്. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നെക്സ്റ്റ് ക്ലാസ് ഈ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ്. ആരും എവിടെയും പോയരുത്. നമുക്ക് തൽക്കാലം അറ്റൻഡൻസ് ഒക്കെ എടുത്ത് കളിക്കാം. അഭിരാമുണ്ട്, അബിൻ ജോഷി ഇല്ല. അബിൻ ജോഷി ഇല്ലല്ലോ, അബിൻ ജോഷി ഇല്ല. ആദർശ് കെ ഇല്ല. ഇന്ന് എക്സാം ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തെല്ലാം അടി പോയി.